നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതകൾ ഏതൊക്കെ? കേരളത്തിൽ ഏകദേശം 100 കോളേജുകൾക്കായിട്ട് കേന്ദ്രം വകയിരുത്തിയിട്ടുള്ള 500 കോടി രൂപ നഷ്ടപ്പെടുത്തിയതാണ് ഇപ്പോൾ ഏറ്റവും പുതിയത്. കോളേജുകളുടെ വികസനത്തിന് കേന്ദ്രം അനുവദിച്ചിട്ടുള്ള 500 കോടി രൂപ, ആ 500 കോടി രൂപയെ കൃത്യമായും സംസ്ഥാന സർക്കാർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ റൂസ എന്ന് പറയപ്പെടുന്ന പദ്ധതി, അതായത് രാഷ്ട്രീയ ഉച്ചത സർവശിക്ഷ അഭിയാൻ വഴി ഉള്ള പദ്ധതി, അതിൽ ലഭിക്കേണ്ട ഫണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം കൃത്യമായി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 3 ഘട്ടമായി നടപ്പിലാക്കുന്ന റൂസ പദ്ധതിയുടെ ഈ രണ്ടാം ഘട്ടം സംസ്ഥാനം കൃത്യമായി നടപ്പാക്കാത്തത് മൂലം 3ാം ഘട്ടത്തിൻ്റെ പണം അനുവദിക്കാൻ കേന്ദ്രത്തിന് തടസ്സമാകുന്നു എന്നുള്ളത് അറിയിപ്പ് വന്നു കഴിഞ്ഞു. ഇതോടെയാണ് 100 എയ്ഡഡ് കോളേജുകളുടെ വികസനത്തിന് ലഭിക്കേണ്ട ഏകദേശം 500 കോടി രൂപ കേരളം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കോളേജിന് 5 കോടിയായിരുന്നു കേന്ദ്രം നൽകാൻ പദ്ധതിയിട്ടിരുന്നത്. കേന്ദ്രം നൽകുന്ന തുക എന്ന് പറയുന്നത് 5 കോടി രൂപ ഒരു കോളേജിന്, അങ്ങനെ 100 കോളേജുകൾ. റൂസ 2ാം പദ്ധതിയിൽ കേന്ദ്ര സംസ്ഥാന വിഹിതം എന്ന് പറയപ്പെടുന്ന 60:40 എന്ന അനുപാതത്തിലായിരുന്നു. ഇതിൽ കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുത്തുവെങ്കിലും സ്വന്തം വിഹിതം സംസ്ഥാനം നൽകിയില്ല എന്നുള്ളതാണ് വസ്തുത. 2ാം പദ്ധതി സമ്പൂർണ്ണമായി നടപ്പിലാക്കാത്ത കോളേജുകൾക്ക് 3ാം ഘട്ടത്തിൽ പണം അനുവദിക്കേണ്ടതില്ല എന്നാണ് കേന്ദ്രത്തിൻ്റെ ചട്ടം. രാജ്യത്ത് തുക നഷ്ടമായ പട്ടികയിൽ കേരളം, തമിഴ്നാട്, ബംഗാൾ ഈ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് സത്യം. രാജ്യമെമ്പാടും റൂസ പദ്ധതിയുടെ 2ാം ഘട്ടം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ്, നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം ഇവിടെ കേരളത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. നമ്മളൊക്കെ പത്രങ്ങളിൽ വാർത്തയായി കണ്ടതാണത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഓൺലൈനായിട്ട് അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് പദ്ധതി സംസ്ഥാനത്തിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന നിലയിലാണ് ഇത് അവതരിപ്പിച്ചത്. റൂസ പദ്ധതിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2ാം ഘട്ടം സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിനാൽ 3ാം ഘട്ടം ലഭിക്കില്ലെന്ന കേന്ദ്ര നിലപാട് എടുത്തതോടെയാണ് ധൃതി പിടിച്ചിട്ട് കഴിഞ്ഞ ദിവസം വലിയ ഉദ്ഘാടന മഹാമഹമൊക്കെ നമ്മുടെ മന്ത്രി ആർ ബിന്ദു ഓൺലൈനായിട്ട് നടപ്പിലാക്കിയത്. ഇത്രയും ഗതികെട്ടവന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ഈ സംസ്ഥാനത്ത് മാത്രമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് ഇതൊന്നും ചെയ്യുവാനുള്ള സമയവുമില്ല. റൂസയുമായി ബന്ധപ്പെട്ടിട്ട് 100ഓളം വരുന്ന കോളേജുകൾക്ക് 500 കോടി രൂപ നൽകുന്ന പദ്ധതിയാണത്. ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റാതെ 1ാം ഘട്ടം കഴിഞ്ഞു, 2ാം ഘട്ടത്തിൽ നടപ്പിലാക്കിയാൽ മാത്രമേ 3ാം ഘട്ടത്തിൻ്റെ പണം അവർ കേന്ദ്രം നൽകുകയുള്ളൂ. അപ്പോൾ ആ പദ്ധതിയിൽ നിന്ന് ലഭിക്കേണ്ട തുകയെ നഷ്ടപ്പെടുത്താൻ പോകുന്ന സാഹചര്യമായപ്പോഴാണ് മുന്നറിയിപ്പ് ലഭിക്കുന്നത്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടതാണ് ആ വാർത്ത. ഒരു വലിയ കോളം പരസ്യം കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രോജക്റ്റ് എന്ന നിലയിലാണത് കാണിക്കുന്നത് എങ്കിൽ കൂടിയും എന്തുകൊണ്ടാണ് ഇത്ര തിടുക്കപ്പെട്ട് കഴിഞ്ഞ ദിവസം വലിയ ഉദ്ഘാടന മഹാമഹമൊക്കെ നടത്തിയത് എന്നുള്ളത് മന്ത്രി ബിന്ദുവിന് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി ബിന്ദു ചാടി ഇറങ്ങി പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് 60:40 എന്ന് പറയപ്പെടുന്ന അനുപാതത്തിൽ ഏർപ്പെടുത്തുന്ന പദ്ധതിയിൽ കേന്ദ്ര ഫണ്ട് ലഭിക്കുകയും ആ കേന്ദ്ര ഫണ്ട് എങ്ങോട്ട് പോയെന്ന് ആർക്കറിയില്ല. വകമാറ്റി ചിലവഴിച്ചാണോ? ഇനി ആ കേന്ദ്ര ഫണ്ട് ലഭിക്കേണ്ട സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് കൂടി ചേർത്താൽ മാത്രമേ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകൂ. ആ പ്രോജക്റ്റ് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇല്ലാതാക്കിയത് ഈ സംസ്ഥാന സർക്കാർ തന്നെയാണ്. അങ്ങനെ കെടുകാര്യസ്ഥതയുടെ മുൻപിൽ 1ാം സ്ഥാനത്തേക്ക് കേരളം വീണ്ടും എത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. ഇവിടെ മാത്രം ഒരു പദ്ധതിക്കും പണമില്ല എന്നുള്ളതാണ്. കേന്ദ്രം നൽകുന്ന പണം പോലും വാങ്ങി പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാത്ത കഴിവുകെട്ട കുറേ മന്ത്രിമാരും ഒരു മുഖ്യമന്ത്രിയും അത്തരത്തിലൊരു സംസ്ഥാനവുമാണ് കേരളമെന്ന് പറയേണ്ടി വരുന്നതിൽ ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. കെടുകാര്യസ്ഥതയ്ക്ക് 1ാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അത് കേരളത്തിന് തന്നെ.